അതായത് CPM BJP ബാന്ധവം വന്നതോടെ ഇടതുപക്ഷം പരുങ്ങലിലായി എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അദ്ദേഹവുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചു. ഒരു ഇലക്ഷൻ ബ്രേക്കിംഗ് വിത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രഭാതം നടത്തുന്നതിനിറങ്ങിയതാണ് മലപ്പുറം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി. ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. മുനവറലി തങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ നടത്തത്തിനിറങ്ങുമ്പോഴും മുണ്ടെന്ന് ഒഴിവായിക്കൂടെ? ഞാൻ സാധാരണ നടത്തത്തിനിറങ്ങുമ്പോഴുള്ള വേഷമാണ്. ഇപ്പൊ ഇലക്ഷൻ രംഗത്തേക്ക് സ്ഥാനാർത്ഥികളും പ്രവർത്തകരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 100+ എന്നാണ്. ഈ പകുതി ആദ്യഘട്ടം പൂർത്തിയാകുമ്പോഴും ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടോ? കൂടുവരികയാണ്, ആത്മവിശ്വാസം കൂടുകയാണ്. ഞാൻ വെറുതെ ആലങ്കാരികമായി പറയല്ല. ഇലക്ഷൻ രംഗത്ത് UDFന്റെ ട്രെൻഡ് ഓരോ ദിവസം കഴിയുന്നിടത്തോളം വർദ്ധിച്ചു വരികയാണ്. അതാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP സഹായിക്കാൻ CPM വോട്ട് മറിക്കുന്നു പറയുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ 10-ലധികം മണ്ഡലങ്ങളിൽ BJP വോട്ട് LDFന് പോകുമെന്നാണ് പറയുന്നത്. അത് UDFന്റെ വിജയ സാധ്യതയെ ബാധിക്കും? അല്ല, അവർ ഉദ്ദേശിച്ചത് ആളുകളെ പറ്റിക്കാനാണ്. അങ്ങനെ പറ്റാത്ത സ്ഥാനാർത്ഥികളെ ലൈറ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ ഇട്ട് ആളുകളെ പറ്റിക്കാന്നാണ് വിചാരിച്ചത്. അത് ആളുകൾക്ക് മനസ്സിലായ പിന്നെ ആളുകൾ തിരിഞ്ഞു വോട്ട് ചെയ്യൂലേ. മൂന്നാം ഭരണത്തിനെതിരെ UDF ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ കെ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളടക്കം നടത്തിയ ചില പ്രശ്നങ്ങൾ, അദ്ദേഹം പാർട്ടിക്ക് ഉയർത്തിയ പ്രതിസന്ധികൾ 2 ദിവസമൊക്കെ നീണ്ടു നിന്നു. അത് സുധാകരൻ പോലുള്ളൊരു നേതാവിൽ നിന്ന് അത്തരത്തിലൊരു പ്രവണത ഉണ്ടാവാൻ പാടുള്ളതാണോ? അല്ല, സുധാകരൻ്റെ വിഷയം അൾട്ടുഗദർ അവസാനം UDFന് ഒന്നുകൂടി പ്ലസ് ആവുക ചെയ്തത്. കാരണം അതേതാണ്ട് വലിയ പ്രോബ്ലം ആവും എന്ന് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? ഉദാഹരണം ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനിവിടെ പോകാമെന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി എല്ലാം പോയില്ല. തങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ മലപ്പുറത്ത്. ഇന്നലെ രാത്രി SKN പങ്കെടുത്തൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ ലീഗിൻ്റെ ഒക്കെ ഭാരവാഹികൾ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മലപ്പുറത്തു നിന്നായിരിക്കും, 50,000+ ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായും എപ്പോഴും ഇവിടെ വലിയ ഭൂരിപക്ഷമാണ് ഉണ്ടാവുക. കുഞ്ഞാലി സാഹിബിന് കഴിഞ്ഞ പ്രാവശ്യം 39,000 വോട്ടായിരുന്നു ഭൂരിപക്ഷം. അപ്പോൾ ഈ തവണ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. 27 സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടാകുന്നതിനെക്കാട്ടും കൂടുതൽ സീറ്റ് എണ്ണത്തിലും വർധനമുണ്ടാവും. തീർച്ചയായും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഒരു ചരിത്രം തീർക്കും. ഒരു പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. എന്നാലും ചിട്ടയായ പ്രവർത്തനങ്ങൾ കൂടി മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നേരിടുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ കൂടി കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുനവറലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേകത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.